ഇന്ന് കാലത്ത് തന്നെ ഞാൻ ഗോമൂത്രം എടുക്കാനായിട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ടൈസ് കൂട്ടുണ്ടായിരുന്നു കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പറമ്പിലേക്കായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നോക്കിയത് കൊത്തമ്പരയാണ് കേട്ടോ. നമ്മൾ മഴക്കാലത്താണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഒരു 5-8 തൈ മാത്രമേ നമുക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. നന്നായിട്ട് കൊത്തമ്പര ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ചും കൂടി കൊത്തമ്പര തൈയൊക്കെ നടാന്ന് വെച്ചിട്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പേളിക്കുട്ടി കേട്ടോ, അവളാണെങ്കിലോ എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ചുറ്റി പറ്റി നിൽക്കും. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത്. അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് കുറച്ച് നേരം അവളെ കൊഞ്ചിച്ചൊക്കെ ഒന്ന് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കൊത്തമ്പര തൈക്ക് നോക്കി കുറേശ്ശെ വെള്ളമിട്ടാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. മോട്ടറൊന്നും വെച്ച് നനയ്ക്കരുത്, ഒന്ന് വേര് പിടിക്കണ വരെ കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കിതാ കുറച്ച് നമ്മുടെ കൂർക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നോക്കി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് എല്ലാ വട്ടത്തെ പോലെ കൂർക്ക് നന്നായി പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. പക്ഷെ നമ്മുടെ പേളിക്കുട്ടി ഇപ്പോഴും ഇട്ടാൽ നമ്മുടെ അടുത്തിരിക്കുകയാണ്. പക്ഷെ കുറേ നേരമായല്ലോ. അപ്പോൾ അവളിതാ വീണ്ടും നല്ല ഉറക്കമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് കൂർക്കൊക്കെ ഇട്ട് പറിച്ചു തുടങ്ങുമ്പോഴേക്കും തന്നെ ഷായേട്ടൻ വന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഷായേട്ടൻ പറിച്ചുകൊണ്ട് ഇട്ട് തരും, മണി മാത്രം തിരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വീണ്ടും പേളിക്കുട്ടി അടുത്തേക്ക് വന്നു. പോവാറായില്ലേ, നമുക്ക് വീട്ടിൽ പോവാന്ന് പറയണ പോലെ പാവം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. നമ്മളില്ലാണ്ട് വീട്ടിലേക്ക് അവൾ പോവുകയും ചെയ്യില്ല. അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും വീണ്ടും അവൾ നല്ല ഉറക്കമായി. അപ്പോൾ ഞാനെന്താ തട്ടി വിളിച്ച് എണിപ്പിക്കേണ്ടതായിട്ട് തന്നെ വന്നു കേട്ടോ അവളെ. കാരണം അതേപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പാവം വിളിക്കേണ്ട താമസം വേഗം നമ്മുടെ കൂടെ തന്നെ പോന്നു. കാരണം അവൾക്ക് അങ്ങനെ എന്താ പറയുക, മാറി മാറി കിടക്കണം. കുറച്ചേരം ഇവിടെ കിടക്കണം, പിന്നെ വീട്ടിൽ കിടക്കണം. പക്ഷെ നമ്മളിവിടെ വന്നാലോ അവൾ അവിടെ തന്നെ കിടക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെയായിട്ട് അടുത്തത്. അപ്പോൾ അതാ നമ്മുടെ കല്യാണിക്കുട്ടി എൻ്റെ ചുറ്റുപറ്റി നിൽക്കുന്നുണ്ട്. ചെക്കന്മാരൊക്കെ ഇതാ തെങ്ങും എന്തിട്ടുണ്ട് അവ ചരണ്ടി നിൽക്കുന്നുണ്ട് അവർ. പിന്നെ നമ്മളിതാ അടിച്ച് വരി ചവറൊക്കെ കണ്ട് നേരെ പറമ്പിരിക്കാണ് പോവുക. ആ പോകുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്ന അടുത്ത ആൾക്കാരാണ് നമ്മുടെ കോഴികളും ടർക്കികളും കളക്കങ്ങളൊക്കെ ഇട്ടാം ഗിനിക്കും. അപ്പം നമ്മൾ അടിച്ച് വരി ചവറ് നേരെ നമ്മൾ വെച്ചിട്ടുള്ള പച്ചക്കറിയുടെ കടക്കിലാണ് സാധാരണ ഇടാറ്. പിന്നെ ഇതാ ഇപ്പോൾ ഇരുമ്പുളി ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴി കൂടുമ്പോൾ കുറച്ച് പണികളൊക്കെ നടക്കണ കാരണം അതിലത്തെ കുറച്ച് നെറ്റുകളൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ പണിക്കൊക്കെ നിന്നു. പിന്നെ നമ്മുടെ കൂർക്ക വറുത്തരച്ചിട്ടാണ് നമ്മളിന്ന് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ